ഹായ് എവരിവൺ, വെൽക്കം ടു ബിനീസ് ഇന്ത്യ ലേണിംഗ് ക്ലാസ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുട്ടി കുട്ടി സെന്റൻസുകളാണ്. ഓക്കെ, നമ്മൾ ഇംഗ്ലീഷിൽ പറയത്തില്ലേ ഐ എം ബിസി, ഐ എം ഹംഗ്രി, ഐ എം തേഴ്സ്റ്റി, ഇങ്ങനെ ഐ ആം വെച്ചിട്ടുള്ള കുട്ടി കുട്ടി സെന്റൻസുകൾ നമ്മൾ സ്വയമായിട്ട് സംസാരിച്ച് പഠിക്കാനായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന സെന്റൻസുകളാണ് നമ്മൾ ഹിന്ദിയിൽ നോക്കുന്നത്. ഓക്കെ, ഇപ്പൊ പറയാണ് ഐ എം ഫൈൻ എന്ന് പറയാനായിട്ട് എങ്ങനെ ഹിന്ദിയിൽ പറയാ? മേ ടീക് ഹോ. ഇവിടെ ഒരു കാര്യമുള്ളൂ, ഫ്രണ്ടിൽ മേയോ ആണ്. മേ വരുമ്പോ എന്താണ് ലാസ്റ്റ് വരുന്നത്? ഹോം ആണ് അല്ലെ? അപ്പൊ ഇതൊന്നും മാറുന്നില്ല. ഈ നടുക്ക് കിടക്കുന്ന കുറെ വാക്കുകളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ അതറിയുമെങ്കിൽ തന്നെ നമുക്ക് ഈ സെന്റൻസ് പറയാൻ പറ്റും അല്ലെ? ഇപ്പൊ ബിസി എന്നുള്ള വേർഡ് നമുക്ക് പറയാൻ അറിയോ? ഹിന്ദിയിൽ എങ്ങനെയാ പറയാ ബിസി എന്നുള്ളത്? ഇപ്പൊ ഞാൻ പറയാണ് ഐ എം ബിസി, എങ്ങനെയാ പറയാ? മേ ബിസി ഹോം അല്ലെ? അവിടെ വ്യസ്ത്, അതാണ് ആ വേർഡ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള കുട്ടി കുട്ടി സെന്റൻസുകൾ നോക്കാം കേട്ടോ. ഓക്കെ, ഇപ്പൊ രണ്ടെണ്ണം പറഞ്ഞു. ഐ എം ഫൈൻ എന്ന് പറയാനായിട്ട് മേ ടീക് ഹൂം. അതുപോലെ ഐ എം ബിസി എന്ന് പറയാനായിട്ട് മേ വ്യസ്ത് ഹൂം. ഇനി ഞാൻ തയ്യാറാണ്, ഐ എം റെഡി എന്ന് പറയാനാണെങ്കിലോ മേ തയ്യാർ ഹൂം. മേ തയ്യാർ ഹൂം. അവിടെ റെഡി എന്ന് പറയാനായിട്ട് മലയാളം പറയണ പോലെ തന്നെയാണ് കേട്ടോ ഹിന്ദിയില്. തയ്യാർ എന്നുള്ള വേർഡാണ് വരുന്നത്. ക്ലിയർ ആയോ? ഇനി അടുത്തത് ഐ എം ടയേർഡ് എന്ന് പറയും അല്ലെ? ഞാൻ ക്ഷീണിച്ചിരിക്കുക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ മലയാളത്തില്? എങ്ങനെയാണ്? മേ തക്കാ ഹുവാഹും. അവിടെ തക്കാ ഹുവ അല്ലെങ്കിൽ തക്കാന്ന് മാത്രം യൂസ് ചെയ്യാം കേട്ടോ. തഗ്ഗയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷീണിച്ചു എന്ന് പറയുന്നതാ. ഓക്കെ, അപ്പൊ ഈ സെന്റൻസ് എങ്ങനെയാ? മേ തക്കാ ഹുവാഹും. ഞാൻ ക്ഷീണിച്ചു, ഐ എം ടയേർഡ് എന്ന് പറയുന്ന. ഓക്കെ, ഇനി ഐ എം സാഡ് എന്നാണെങ്കിലോ? ഐ എം സാഡ്. ആ സാഡ് എന്നുള്ള വേർഡ് ഉദാസ് എന്നാണ് ഹിന്ദിയിൽ പറയാം. മേ ഉദാസ് ഹൂം. മേ ഉദാസ് ഹൂം. ഐ എം സാഡ് എന്ന് പറയുന്നതാ. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ഇനിയിപ്പോ എനിക്ക് വിശക്കുന്നു എന്ന് പറയുമ്പോ ഐ എം ഹംഗ്രി എന്ന് പറയാനായിട്ട് മേ ഭൂക്കാഹും എന്നാ പറയാ. മേ ഭൂക്കാഹും. ഇനി അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെയും പറയാം കേട്ടോ. മുജെ ഭൂക്ക് ലഗ് രഹി ഹേ എന്നും പറയാം. ഓക്കെ, പക്ഷെ ഇവിടെ മേ വെച്ചിട്ട് പറയുന്നതുകൊണ്ടാണ് ഞാൻ ഇത് മാത്രം പറയുന്നത്. ഇനി ഐ എം തേഴ്സ്റ്റി എന്ന് പറയാനായിട്ട് മേ പ്യാസാഹും. പ്യാസ് ലഗ് രഹി ഹേ എന്നാണ് പറയുന്നത്. അങ്ങനെയും പറയാം, ഇങ്ങനെയും പറയാം. ഐ എം തേഴ്സ്റ്റി, മേ പ്യാസാഹും. ക്ലിയർ ആയോ? ഇനി അടുത്തത് ഐ എം സിക്ക് എന്ന് പറയാനായിട്ട് എനിക്ക് അസുഖമാണ് എന്ന് പറയുന്നതിന് മേ ഭീമാർ ഹൂം എന്നാണ്. അവിടെ ഭീമാർ എന്നുള്ള വേർഡാണ് വരുന്നത്. ഭീമാർ എന്ന് പറയുന്നത് സിക്ക്. ഓക്കെ, അപ്പൊ അസുഖം വന്ന് എന്തുണ്ടാവാം? നമ്മള് വീക്ക് ആവും അല്ലെ? അവിടെ വീക്ക് എന്ന് പറയാനായിട്ട് ഐ എം വീക്ക് എന്ന് പറയാനായിട്ട് കംസോർ എന്നാണ്. മേ കംസോർ ഹൂം എന്ന് പറഞ്ഞാൽ ഞാൻ വീക്കാണ് എന്ന് പറയുന്നതാ. ക്ലിയർ ആയോ? ഇനിയിപ്പോ ഞാൻ സ്ട്രോങ് ആണെന്ന് പറയാനാണെങ്കിലോ മേ താക്കത്വർ ഹും. ആ ഒരു വേർഡാണ് അവിടെ യൂസ് ചെയ്യുന്നത്, താക്കത്വർ. ഓക്കെ, ഐ എം സ്ട്രോങ് എന്ന് പറയുന്ന മേ താക്കത്വർ ഹോ. ഞാൻ ഈ ഒരു സെന്റൻസ് ആയിട്ട് പറയുന്നത് നിങ്ങൾക്ക് എളുപ്പം കിട്ടാൻ വേണ്ടിട്ടാട്ടോ. ഈ ഒരു കുറെ വേർഡുകളുടെ അർത്ഥം മാത്രം പറയുന്നേക്കാളും ഒരു സെന്റൻസ് പറയുമ്പോൾ നമുക്ക് സ്വയം അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കണം കേട്ടോ. മേ താക്കത്വർ ഹും എന്ന് പറഞ്ഞാൽ ഞാൻ സ്ട്രോങ് ആണ്, ഐ എം സ്ട്രോങ് എന്ന് പറയുന്ന. ഓക്കെ, ഇനി അടുത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള വേർഡ് നോക്കാം കേട്ടോ. ഞാൻ ഹാപ്പി എന്ന് പറയാം അല്ലെ? ഐ എം ഹാപ്പി എങ്ങനെയാ പറയാ? മേ ഖുഷ് ഹും. ഖുഷ് എന്നുള്ള വേർഡാണ് ഹാപ്പി കേട്ടോ. അപ്പൊ മേ ഖുഷ് ഹും. ഇനി വളരെ റെയർ ആയിട്ട് പറയാൻ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? ഇംഗ്ലീഷിൽ എപ്പോഴും പറയും നോൺ വെജിറ്റേറിയൻ ആണ് അല്ലെങ്കിൽ വെജിറ്റേറിയൻ ആണ് എന്നൊക്കെ പറയത്തില്ല. അപ്പൊ ഞാൻ വെജിറ്റേറിയൻ ആണ് എന്ന് പറയാൻ ഐ എം വെജിറ്റേറിയൻ എന്ന് പറയാനായിട്ട് ശാക്കാഹാരി എന്നാ പറയാ കേട്ടോ. മേ ശാക്കാഹാരി ഹും എന്ന് പറഞ്ഞാൽ ഞാൻ വെജിറ്റേറിയൻ ആണ് എന്ന് പറയുന്നതാ. അതിന്റെ ഓപ്പോസിറ്റ് എന്താ? നോൺ അല്ലെ? ഞാൻ നോൺ വെജിറ്റേറിയൻ ആണെന്ന് പറയാനായിട്ട് മേ മാംസാഹാരി ഹും. മാംസാഹാരി, ശാക്കാഹാരി. ഇതൊന്നും അറിയാൻ വേണ്ടി പറഞ്ഞാണ്. നമ്മൾ ഇംഗ്ലീഷിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ആണ് ഇത്. പക്ഷെ കൂടുതൽ ആരും ഹിന്ദിയിൽ യൂസ് ചെയ്യാൻ കണ്ടിട്ടില്ല അല്ലെ? അപ്പൊ ഇത്രയേ ഉള്ളൂ. ശാക്കാഹാരി എന്ന് പറഞ്ഞാൽ വെജിറ്റേറിയനും, നോൺ എന്ന് പറയുന്നത് മാംസാഹാരി. ഓക്കെ, ഇനി നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി കേട്ടോ. ഞാൻ സ്റ്റുഡന്റ് ആണെന്ന് എങ്ങനെയാ പറയാ? ഐ എം സ്റ്റുഡന്റ് എങ്ങനെയാ പറയാ? മേ ഛാത്ര ഹും. ഛാത്ര എന്നാണ് സ്റ്റുഡന്റിനെ പറയാ കേട്ടോ. മേ ഛാത്ര ഹും. ടീച്ചറിനെ അറിയാലേ? ഐ എം ടീച്ചർ എന്ന് പറയാൻ മേ അധ്യാപിക ഹും. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു 10-15 വേർഡ്സ് ആണ് നമ്മൾ നോക്കിയ കേട്ടോ. നമ്മൾ ഡെയിലി ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ്. ഇനി നമുക്ക് ഈ മേയും ഹുമ്മും വരുന്ന കുറച്ചുകൂടി വലിയ സെന്റൻസ് നോക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ പറയാണ് ഞാൻ ജോലി ചെയ്യുകയാണ്. എങ്ങനെയാ പറയാ? ഞാനാണല്ലേ? മേ കാം കർ രഹാഹും അല്ലെങ്കിൽ രഹീഹും. സ്ത്രീയാണ് ചെയ്യണമെങ്കിൽ ഈ സൗണ്ടും, പുരുഷനാണെങ്കിൽ ആ സൗണ്ടും കേട്ടോ. അതറിയാലോ? ഓക്കെ, മേ കാം കർ രഹി ഹും എന്ന് പറയുമ്പോ ഞാൻ ജോലി ചെയ്യുകയാണ്. ഇവിടെ മേയിൽ തുടങ്ങി ഹുമിൽ അവസാനിച്ചു.
ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമായതുകൊണ്ട് അങ്ങനെ പറയുന്നത് കേട്ടോ. എല്ലാ മെയില് തുടങ്ങുമ്പോഴും ഹുമ്മിൽ അവസാനിക്കില്ല. ഓക്കെ, ഇപ്പൊ പ്രസന്റ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ സംസാരിക്കാം കേട്ടോ. ഇപ്പൊ ഞാൻ ഭക്ഷണം കഴിക്കുകയാണ്, എങ്ങനെയാ പറയാ? ഒന്ന് പറഞ്ഞു നോക്കിയേ. മേ ഖാന ഖാ രഹാ ഹൂം, അല്ലെങ്കിൽ മേ ഖാന ഖാ രഹി ഹൂം. ഞാൻ ഭക്ഷണം കഴിക്കുകയാണ് എന്ന് പറയുന്ന. അടുത്തത്, ഞാൻ സ്കൂളിൽ പോവുകയാണ് അല്ലെങ്കിൽ ഓഫീസിൽ പോവുകയാണ്, എങ്ങനെയാ പറയാ? മേ സ്കൂൾ ജാ രഹാ ഹൂം അല്ലെങ്കിൽ ജാ രഹി ഹൂം കേട്ടോ. മേ ഓഫീസ് ജാ രഹാ ഹൂം, ഞാൻ ഓഫീസിൽ പോവുകയാണ് എന്ന് പറയുന്ന. ഇനി ഞാൻ കാർ ഓടിക്കുകയാണ്, ഇപ്പൊ ഞാൻ ഡ്രൈവ് ചെയ്യാ. ഈ ഡ്രൈവ് ചെയ്യാ, ഇപ്പൊ കാർ ഓടിക്കുക, സൈക്കിൾ ഓടിക്കുക എന്നൊക്കെ പറയത്തില്ല, ഇതിനൊക്കെ പറയുന്നത് ചലാന എന്നാണ്. മേ ഗാഡി ചലാ രഹാ ഹൂം അല്ലെങ്കിൽ ചലാ രഹി ഹൂം, ഞാൻ വണ്ടി ഓടിക്കുന്നു എന്ന് പറയുന്നതാണ് കേട്ടോ. ഗാഡിയുടെ അവിടെ കാർ എന്ന് പറയാം. ഓക്കെ, മേ കാർ ചലാ രഹി ഹൂം, ഞാൻ കാർ ഓടിക്കുകയാണ് എന്ന് പറയുന്ന. ഇനി അതുപോലെ തന്നെ നമ്മൾ ഡ്രസ്സ് ധരിക്കുക എന്ന് പറയാം അല്ലെ. ഇവിടെ ധരിക്കുക എന്നുള്ള വേർഡിനെ പഹന്ന എന്ന് പറയാം. ഓക്കെ, നമുക്ക് എപ്പോഴും പറയേണ്ട ഒരു വേർഡാണ് അല്ലെ. എങ്ങനെയാ പറയാ? മേ കപ്പടെ പെഹൻ രഹാ ഹൂം എന്ന് വെച്ചാൽ ഞാൻ ഡ്രസ്സ് ധരിക്കുകയാണ്. നമ്മൾ പറയത്തില്ലേ, നിനക്ക് ഞാൻ ഡ്രസ്സ് ഇടുക എന്ന് പറയത്തില്ലയോ, അത്രേ ഉള്ളൂ. മേ കപ്പടെ പെഹൻ രഹാ ഹൂം, ഞാൻ ഡ്രസ്സ് ധരിക്കുകയാണ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോ ഞാൻ ബുക്ക് വായിക്കുകയാണ്, ഒന്ന് പറഞ്ഞേക്കേ. മേ കിതാബ് പഠ് രഹാ ഹൂം അല്ലെങ്കിൽ പഠ് രഹി ഹൂം. മേ കിതാബ് പഠ് രഹി ഹൂം, ഞാൻ ബുക്ക് വായിക്കുകയാണ് എന്ന് പറയുന്ന. ഇനി അതുപോലെ ഞാൻ കളിക്കുകയാണെങ്കിൽ മേ കേൽ രഹാ ഹൂം, മേ കേൽ രഹാ ഹൂം, ഞാൻ റെഡി ആവുകയാണ്, നിക്ക് ഞാൻ റെഡി ആവുകയാണ്. മേ തയ്യാർ ഹോ രഹാ ഹൂം, മേ തയ്യാർ ഹോ രഹാ ഹൂം, ഞാൻ തയ്യാറാവുകയാണ് എന്ന് പറയുന്നതാ. ക്ലിയർ ആവുന്നുണ്ടോ? ഇവിടെ മെയിൽ തുടങ്ങി ഹുമ്മിൽ അവസാനിച്ചു. നേരത്തെ നമ്മൾ കുറച്ച് വേർഡ്സ് കണ്ടില്ലയോ? മേ വ്യസ്ത് ഹൂം, അവിടെ മെയിൽ തുടങ്ങി ഹുമ്മിൽ അവസാനിച്ചു അല്ലെ. വളരെ സിമ്പിൾ സെന്റൻസുകളാണ് കേട്ടോ നമ്മൾ നോക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഈ ആമിന്റെ കൂടെ അറ്റും ഓണും ഒക്കെ വെച്ച് നമ്മൾ സംസാരിക്കും അല്ലെ. ഒന്ന് രണ്ട് സെന്റൻസ് കൂടി പറയാം കേട്ടോ. വേറെ ഒന്നുമില്ല, ഇതൊന്നും വലിയ കാര്യങ്ങളൊന്നുമല്ല. ഇപ്പൊ നമ്മൾ പറയത്തില്ലയോ, ആം അറ്റ് വർക്ക് അല്ലെങ്കിൽ ആം അറ്റ് ഹോം എന്ന് പറയുമ്പോ എന്താ പറയാ? ഞാൻ വീട്ടിലാണ് അല്ലെ. മേ ഘർ പർ ഹൂം, അവിടെ എങ്ങനെയാ വന്നത്? അവിടെ ആ പെർ എന്നുള്ള വേർഡിന്റെ യൂസാ വന്നത്. പെർ അല്ലെങ്കിൽ മേ എന്നും പറയാം കേട്ടോ. മേ ഘർ മേ ഹൂം എന്ന് പറഞ്ഞാലും ആം അറ്റ് ഹോം എന്നുള്ള അർത്ഥത്തിലാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ ഗർപ്പർ ഹൂം എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്തിരി സ്പീഡിൽ സംസാരിക്കുമ്പോൾ ഗർപ്പേ ഹൂം എന്ന് പറയുന്നത് കേൾക്കാം. ഓക്കെ, അപ്പൊ ഇത് തന്നെയാണ് പറയുന്നത് കേട്ടോ. ഈ കുട്ടി ഗ്രാമറാണ്. ആം അറ്റ് ഹോം എന്ന് പറയുമ്പോൾ മേ ഗർപ്പർ ഹൂം. അതല്ലെങ്കിൽ ആം അറ്റ് വർക്ക് ആണെങ്കിലോ മേ കാംപർ ഹൂം, മേ കാംപർ ഹൂം, ഞാൻ ജോലിയിലാണ് എന്ന് പറയുന്ന. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മൾ ലീവിലാണെങ്കിൽ പറയാം അല്ലെ. ഞാൻ ലീവിലാണ്, എങ്ങനെയാ പറയാ? മേ ലീവിനെ പറയുന്നത് ചുട്ടി കേട്ടോ. മേ ചുട്ടി പെർ ഹൂം അല്ലെങ്കിൽ ചുട്ടി പേ ഹൂം. ക്ലിയർ ആവുന്നുണ്ടോ? ഞാൻ ലീവിലാണ്. ഐ എം ഓൺ ദ വേ, ഐ എം ഓൺ ദ വേ, എങ്ങനെയാ പറയാ? മേ രാസ്തേ പേ ഹൂം, രാസ്തേ പേ അല്ലെങ്കിൽ രാസ്തേ പർ. ഓക്കെ, രാസ്ത എന്ന് പറയുന്നത് വഴി. അപ്പൊ ഐ എം ഓൺ ദ വേ, ഞാൻ ഓൺ ദ വേ ആണ്, ഞാൻ വഴിയിലാണ്. മേ രാസ്തേ പർ ഹൂം. ക്ലിയർ ആവുന്നുണ്ടോ? ഇത്ര ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ വരുന്നുള്ളൂ. നമ്മളിന്ന് നോക്കിയത് ആം വെച്ച് സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ സെന്റൻസിനെ പറയുന്നതെന്നാണ് കേട്ടോ. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു ക്ലാസ് ആയിരുന്നു. ബിഗിനേഴ്സിന് വളരെ യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ചെയ്യുന്നത്. ഓക്കെ, കൂടാതെ തന്നെ ഹിന്ദി സംസാരിക്കാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനലിൽ മെമ്പേഴ്സ് ഓൺലി ഗ്രൂപ്പിൽ ഒരു 30 days ക്ലാസ് റണ്ണിങ് ആണ്. അപ്പൊ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജോയിൻ ബട്ടൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 15 rupees സിൽവർ ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ്സുകൾ ആദ്യം മുതൽ ഓർഡർ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ പിന്നെ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.